യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുന്ന സർക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് 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 വിഷയ മാർച്ച് സിന്ദാബാദ് വിഷയ മാർച്ച് സിന്ദാബാദ് വിഷയ മാർച്ച് സിന്ദാബാദ് വിഷയ മാർച്ച് സിന്ദാബാദ് കേരളത്തിലെ യുവാക്കളെ കേരളത്തിലെ യുവാക്കളെ കേരളത്തിലെ യുവാക്കളെ കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുന്ന അധികാരികളെ വഞ്ചിക്കുന്ന അധികാരികളെ വഞ്ചിക്കുന്ന അധികാരികളെ വഞ്ചിക്കുന്ന അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം
ബാലൻസ് ആംബുലൻസിനെ എവിടെയാണ് മാർച്ചിലെ സ്വാഗതം പറയുന്നതിന് വേണ്ടി അറിയിക്കും ഇവിടെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ കല്യാണശക്തി നിയോജക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ പുങ്കവനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഇന്നിങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത ഏവരും ശ്രദ്ധിച്ചതാണ്. പിൻവാതിലൂടെ ഇവിടെയുള്ള പാർട്ടിക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരാക്കി മാറ്റുന്ന ഒരു പ്രവണത ഇവിടെ തുടർന്നു വരുന്നതിനെക്കുറിച്ച് മനോരമ ന്യൂസ് പേപ്പറിൽ നമ്മളേവരും അത് വായിച്ചതായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഏകദിന ഉപവാസം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ 11 മണിക്ക് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്റർവ്യൂ നടത്തി ഇവിടെയുള്ള പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു തീരുമാനം നടത്തുന്നു എന്നത് അറിയുന്നതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധവുമായി നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഈ ഒരു പ്രതിഷേധ സദസ്സിലേക്ക് ഇവിടെ ഈ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ ഞാൻ ആദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി പാണപ്പുഴയെ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അക്ഷയെ ക്ഷണിക്കുന്നു. കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എത്രയും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ ക്രിമിനലുകളെ തിരികെ കയറ്റാനുള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെ നീക്കത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധ പ്രകടനമായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ പ്രതീക്ഷയായി വളർന്നു വന്നിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ഇന്നിടെ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് പൂത്തിരിക്കുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐക്ക് വേണ്ടിയിട്ട് CPM-ന് വേണ്ടിയിട്ട് അടിമ പണിയെടുക്കുന്ന, വിടുവേല ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ തിരികെ കയറ്റാൻ മാത്രമുള്ള സംവിധാനമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത പ്രദേശം കടന്നപ്പള്ളി പോലുള്ള പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. ആ പാർട്ടി ഗ്രാമങ്ങളിലെ ഓരോ കുടുംബത്തിലും ഓരോ വാക്കെന്ന രീതിയിലാണ് ഇവിടുത്തെ CPM-കാർ പണി കൊടുക്കുന്നത്. ആ രീതിയിൽ കഴിവില്ലാത്തവരെ അല്ലെങ്കിൽ CPM-ന് വിടുവേല ചെയ്യുന്നവരെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ മൂല്യം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഭരണവർഗം മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സംവിധാനത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധ യോഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണാധികാരികൾ തയ്യാറാകുന്നതെങ്കിൽ ഈ പ്രതിഷേധമൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. അതിശക്തമായ പോരാട്ടവുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നാൾക്ക് നാള് മോശപ്പെട്ട രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരുപാട് പ്രതീക്ഷയോട് പോയിക്കൊടുന്ന ഹൃദയാരി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഓരോ സംവിധാനവും നാൾക്ക് നാള് മോശപ്പെട്ട രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ, ഈ രീതിയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുത്തതിന്റെ
പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള CPM അതിനുശേഷം സർക്കാരേറ്റതിനു ശേഷം യാതൊരു തരത്തിലും അതിന് പ്രാധാന്യം നൽകാതെ പോകുന്ന LDF സർക്കാരുമാണ്. ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ സമര പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സമരത്തെ അഭിസംബോധന സംസാരിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജിൽ മോഹനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തിയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ, സ്വാഗതം പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് വെള്ളച്ചാൽ, ജില്ലാ ഭാരവാഹികൾ സൗമ്യ, വിനിൽ മാറോണി, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, സുനിൽ മധുക്കൂത്ത് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉദ്ദേശത്തെക്കുറിച്ച്, സമരം നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനും സ്വാഗത ഭാഷകനും ഇവിടെ സൂചിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കുറെ വർഷങ്ങളോളമായി CPMന്റെ ഒരു പാർട്ടി സംവിധാനമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നേതൃത്വം. ഇതിനു മുമ്പ് CPMന്റെ ഭരണസമിതി ഇവിടെ ഭരിച്ചിരുന്ന സമയത്തും ഇപ്പോഴത്തെ സർക്കാർ ഏറ്റെടുത്ത സമയത്തും ഇതൊരു പാർട്ടി സംവിധാനത്തിന് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സംവിധാനമായി പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റുകയാണ്. ഇന്നിവിടെ നമ്മുടെ സമരം ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ നിലവിൽ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എംപ്ലോയ്മെന്റ് മുഖേന റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാഫിനെ, ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിട്ടുകൊണ്ട് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാർട്ടി ഗുണ്ടകളെ തിരികെ കയറ്റാനുള്ള CPMന്റെ നയത്തിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് സമരം ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയമിക്കേണ്ട യഥാർത്ഥമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ാണ് ഈ ഒരു സമരത്തെ ആസ്പദമാക്കി ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സൂചനാ സമരം എന്നോണം കല്യാശ്ശേരി അസംബ്ലി കമ്മിറ്റി ഇവിടെ ഒരു ഉപരോധ സമരം നടത്തി. അന്ന് കല്യാശ്ശേരി അസംബ്ലി കമ്മിറ്റി ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ ഇവിടെ ആർക്കും സാധിച്ചിരുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സൂപ്രണ്ട് ഓടി മാളത്തിലൊളിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ സമരം ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല എന്ന് അക്ഷയ് സൂചിപ്പിച്ചു. ഇതിന്റെ തുടർ സമരങ്ങളുമായി ഞങ്ങൾ രംഗത്തേക്ക് വരും. പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും കാരുണ്യ ബലവന്റ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാവാതെയില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായി കൊണ്ടുവന്നൊരു പദ്ധതിയാണത്. BPL കാർഡ് ഉടമകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന നടപടികൾ കേരളത്തിലെ മറ്റെല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും നടക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ മാത്രം അത്തരത്തിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ഇത്തരം കാര്യങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസിനാവില്ല. ഇങ്ങനെ പിൻവാതിൽ നിയമനം നടത്തി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടുത്തെ അധികാരികൾ ഈ ഇരിക്കുന്ന കസേരയിൽ നിന്നും ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ സമരത്തിലെത്തിയ മുഴുവൻ സമരഭടന്മാരെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ജയ്
നിയമം ഞങ്ങൾ പാലിക്കും. പോലീസ് രാത്രി ഞങ്ങൾ കണ്ടവരാ കണ്ടതിലേറെ കൊണ്ടവരാ വോട്ട് കളിച്ചോ പോലീസ് പരിഹാരത്തെ അധികാരികളെ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് വിജയമാർച്ച് സിന്ദാബാദ് വിജയമാർച്ച് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പിൻവാതിലൂടെ നിയമനം നടത്തി യുവാക്കളെ വഞ്ചിക്കുന്ന അധികാരികളെ നിങ്ങൾക്കെതിരെ യുവതയുടെ ശബ്ദമിതാ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് വിജയമാർച്ച് സിന്ദാബാദ് പരിയാരത്തൊരു കോളേജ് CPIM DYFI ഗുണ്ടകൾക്ക് മാത്രമായി ഇതുപോലൊരു കോളേജ് ഇതെന്ത് നീതി ഇതെന്തിനായോ മറുപടി പറയൂ അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പോലീസെങ്കിൽ ഞങ്ങൾ പാലിക്കും സഖാക്കളെങ്കിൽ ഞങ്ങൾ കണ്ടവരാ കണ്ടതിലേറെ കൊണ്ടവരാ വിളിച്ചടിക്കും കട്ടായോ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് വിജയമാർച്ച് സിന്ദാബാദ് കേരളത്തിലെ യുവാക്കളെ നിയമനത്തിന്റെ ഭാഗമായിട്ട്
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. വിജയമാർ സിന്ദാബാദ്. വിജയമാർ സിന്ദാബാദ്. ഇതുപോലെ നാണക്കേട്, ഇതുപോലെ നാണക്കേട് ആളുകൾ കണ്ടിട്ടില്ല, ആളുകൾ കണ്ടിട്ടില്ല. സിന്ദാബാദ്. സിന്ദാബാദ്. ആക്കിക്കുള്ളിൽ ചട്ടകളെ, ആക്കിക്കുള്ളിൽ ചട്ടകളെ, പിണറായിയുടെ ചട്ടകളെ, പിണറായിയുടെ ചട്ടകളെ. നാണമില്ല പോലീസ്, നാണമില്ല പോലീസ്. ആക്കിക്കുള്ളിൽ പോലീസ്, ആക്കിക്കുള്ളിൽ പോലീസ്. നിയമം ഞങ്ങൾ പാലിക്കോ, നിയമം ഞങ്ങൾ പാലിക്കോ. ആക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ, ആക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ, ആക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ. ഓ പുല്ലെ പോടാ പുല്ലെ, ഓ പുല്ലെ പോടാ പുല്ലെ, ഓ പുല്ലെ പോടാ പുല്ലെ, ഓ പുല്ലെ പോടാ പുല്ലെ. പോടാ പുല്ലെ പോലീസ്, പോടാ പുല്ലെ പോലീസ്, പോടാ പുല്ലെ പോലീസ്, പോടാ പുല്ലെ പോലീസ്. പിണറായിയുടെ ചട്ടകളെ, പിണറായിയുടെ ചട്ടകളെ, പിണറായിയുടെ ചട്ടകളെ, പിണറായിയുടെ ചട്ടകളെ. ആക്കിക്കുള്ളിലെ നാരികളെ, ആക്കിക്കുള്ളിലെ നാരികളെ, ആക്കിക്കുള്ളിലെ നാരികളെ, ആക്കിക്കുള്ളിലെ നാരികളെ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ബഷീർബാദ് സിന്ദാബാദ്, ബഷീർബാദ് സിന്ദാബാദ്, ബഷീർബാദ് സിന്ദാബാദ്, ബഷീർബാദ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. അധികാരത്തെ അധികാരികളെ ഒത്തുകളിക്കോ, സൂക്ഷിക്കോ, ഒത്തുകളിക്കോ, സൂക്ഷിക്കോ. ഇതുപോലെ നാരിക വരണം, ഇതുപോലെ നാരിക വരണം. കേരള നാട്ടിൽ കണ്ടിട്ടില്ല, കേരള നാട്ടിൽ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പ്രതിഷേധം, പ്രതിഷേധം.
ഇത്